നമ്മളിന്ന് ചേന നടാൻ പോവുകയാണേ, ചേന. അപ്പോൾ ചേന നടുമ്പോൾ എപ്പോഴും നമ്മൾ കുംഭത്തിൽ, അതായത് മാർച്ചൊക്കെ ആകുമ്പോഴാണ് സാധാരണ ചേന നടുന്നത്. അപ്പോൾ ചേന അങ്ങനെ മാർച്ച് നട്ട് പിന്നെ അത് കർക്കിടകമൊക്കെ ആകുമ്പോൾ, അതായത് ചിങ്ങം, നമ്മൾ ഓണ സമയത്താണ് അത് പറിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറിക്കുമ്പോൾ നമുക്ക് കർഷകർക്ക് അത്യാവശ്യം വിലയൊന്നും കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ അട്ടപ്പാടി ഫാം വിസിറ്റിന് പോയപ്പോൾ അവിടുത്തെ വെസ്റ്റ്രിഡ്ജ് ഫാമിലെ നമ്മുടെ മാത്യു ചേട്ടൻ പറഞ്ഞു നേരത്തെ ഇടണം, അതായത് ജനുവരി ലാസ്റ്റെങ്കിലും നമ്മൾ ചേന നടണം. ഇതിപ്പോൾ ഫെബ്രുവരി ആയി, എന്നാലും ഞാനിപ്പോൾ ചേന നടുകയാണ്, അതിൻ്റെ ആയ രീതി. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണത്. അടിവളമായിട്ട് കൊടുക്കാനുള്ള കൂട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചാണകമുണ്ട്, നമ്മുടെ ജൈവ കമ്പോസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ വേപ്പും പിണ്ണാക്കുണ്ട്, കടലപ്പിണ്ണാക്കുണ്ട്, ചാരമുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇളക്കി പൊടിയാക്കി എടുക്കുകയാണ്. ഇതിലാണ് നമ്മൾ ചേന നടുമ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചേനയ്ക്ക് ഒറ്റ പ്രാവശ്യത്തെ വളപ്രയോഗം മതി നമുക്ക്, അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊന്നും വളപ്രയോഗം വേണ്ട. അതിൻ്റേതായ രീതിക്ക് നിൽക്കണം. പിന്നെ ജനുവരി നടുമ്പോൾ നമുക്കിനി അറിയാം ചൂട് കാലമാണ്. അപ്പോൾ അത് നോക്കണ്ട, ചൂടാണെങ്കിൽ നമ്മളൊരു ചെറിയ നന കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചേന കിട്ടും, നല്ല വലിപ്പമുള്ള ചേന കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാൻ വലിയ കൂടുതലായിട്ടൊന്നും നമുക്ക് ചേന നടാനില്ല, ഒരു 10 കുഴി അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഉള്ള ചേന എടുത്തു വെച്ചതാണിത്. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ ചേനയാണ്. അപ്പോൾ ഇതിനകത്തെ ഈ സെൻറ്ററിലുള്ള ഈ കണ്ണില്ലേ, ഈ മുള കുത്തി കളഞ്ഞിട്ട് കമത്തി വെച്ചാൽ ഇവിടെ ഈ ചുറ്റിനും എല്ലാം മുള വരും, എന്നിട്ടാണ് വെക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളങ്ങനെ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ സെൻറ്ററിലുള്ള ഒരു മുള മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഇതിനെ നമുക്ക് എല്ലാത്തിലും മുള വരുന്ന പോലെ ഇതിനെ പീസാക്കി മുറിച്ചെടുക്കുക, എന്നിട്ടാണ് നമുക്ക് നടാനുള്ളത്. അപ്പം നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. ചെറിയ ചേന നമുക്ക് മുറിക്കാം. ഇതാണ് നമുക്ക് ഓരോ പീസ് വെക്കാനുള്ളത്. ഇതിൻ്റെ അരഭാഗം വെച്ചാലും മതി ശരിക്കും. ഞാനിത് ഇത്രയാണ് വെക്കുന്നത്. ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതും കൂടി ഒന്ന് മുറിച്ച് സെൻറ്റർ മുറിച്ചിട്ട് പിന്നെ ഓരോരോ ഭാഗമായിട്ട് മുറിക്കാം. അതിൻ്റെ ബാക്കിൽ ഇതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ ഇതൊക്കെ ഇതൊന്നും വേണ്ടല്ലോ. കട്ടിയാൽ മതി, പോവും. ആ ശരി ശരി. ഇരുന്നോട്ടെ. ഇനി സെൻറ്ററിൽ മുറിക്കാം. ഇത് നല്ല സോഫ്റ്റായ ചേനയാണ് കേട്ടോ. നമ്മൾ പറിച്ച ഉടനെ തന്നെ വെക്കണമെന്ന് പറഞ്ഞ പോലത്തെ, ഒട്ടും മൂപ്പില്ല. ഇത് പുഴുങ്ങിയാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ഒരു ഭാഗത്തിന് 3 ഭാഗമാക്കണേ. ഇങ്ങനെ ഇങ്ങനെ മുറിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ മുറിക്കണം. ആ അതെ അതെ. ഇത് ഒന്നും കൂടി പകുതിയാക്കാം. നമുക്ക് ഏകദേശം 250 ഗ്രാം വരുന്ന ഒരു പീസാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ കുഴിയിലോട്ട് നമ്മൾ എടുത്തു വെച്ച മിക്സ്ചർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മണൽ അത്ര ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ മണലും വേറെ എടുത്ത് വെച്ചിരിക്കുകയാണ്. മണലിലാണല്ലോ വേഗമാകുക, ഈ മണ്ണ് അത്ര സുമാറില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം നമുക്ക്. കുഴിക്ക് അകത്തേക്ക് പോകാതെ കുഴിയുടെ മേളിൽ തന്നെ വെച്ചിട്ടാണ് നമുക്ക് ചേന വയ്ക്കേണ്ടത്. അത് നോക്കാം. 4 ചൂടാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മണലും കൂടെ ഇട്ടു. മണലും കൂടെ ഇട്ട് മിക്സ് ചെയ്തു. ഇതിലേക്കാണ് നമ്മൾ ചേന വെച്ച് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ അറിഞ്ഞാണെങ്കിൽ നമുക്ക് മുള പൊട്ടാനൊക്കെ എടുത്ത് വയ്ക്കായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ മുളയൊക്കെ വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചേന വെക്കുന്ന പീസ്.
അപ്പോൾ ഇത് അത്ര താഴാതെ നമ്മൾ ഇങ്ങനെ വെക്കുകയാണ്. ഇതാണ്ട ഒരു കൈപ്പത്തിയുടെ പകുതി വരെ പോകുന്ന ആഴത്തിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചപ്പും ചവറും എല്ലാം ഇട്ട് കൂട്ടുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ കുഴിയുടെ ഏകദേശം അത്ര തന്നെ വലുപ്പത്തിൽ ചേന വരാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. നമുക്കപ്പോൾ അത് നോക്കാം എങ്ങനെയാണ് വരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ആ ചേന വെച്ച് കഴിഞ്ഞു. കണ്ടോ? ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് മണ്ണിട്ട് കൂട്ടാൻ. ചെറിയൊരു കയ്യകലത്തിലാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് വെച്ചു. ഉണ്ടാ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചപ്പിട്ട് കൂട്ടുക. ചപ്പിട്ട് കൂട്ടിയ ശേഷം അതിൻ്റെ മുകളിൽ ഇത് പോകാതിരിക്കാനൊരു തണുപ്പും വയ്ക്കാം. ഇത്ര ഇറങ്ങാതെ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ചേനയുടെ പൊത ഇട്ട് കഴിഞ്ഞു. എന്താ ഉണക്ക ഇല കൊണ്ട് ആദ്യമേ പൊതയിട്ടു. പിന്നെ അതിന് ശേഷം ഇത് നമ്മുടെ ചിറ്റരത്തയുടെ ഇലയാണ്. ഇത് കൃമികളൊന്നും വരികയില്ല. അപ്പം നല്ല തണുപ്പിന് ചേനയെല്ലാം പൊതയിട്ട് കഴിഞ്ഞു. ചേനയെല്ലാം നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വളർന്ന് വലുതാകട്ടെ. ഒരെണ്ണം 4-5 കിലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഓക്കെ.